ലൈംഗിക പീഡന കേസിലെ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. അടൂരിലെ നെല്ലിമുകളിലെ വീട്ടിലും എത്തിയിട്ടില്ല. കേസിൽ രാഹുലിന്റെ കൂട്ടുപ്രതി ജോബിയുടെ ഫോണും സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. പത്തനംതിട്ട സ്വദേശിയായ ജോബിയും രാഹുലും ബിസിനസ് പങ്കാളികളും ഉറ്റ സുഹൃത്തുക്കളുമാണ്. സുജു ടി ബാബു ചേരുകയാണ്. ഇയാൾ പറയുന്നുണ്ട്, പാർട്ടിക്ക് ഒരു പോറൽ പോലും ഏൽപ്പിച്ചാൽ ഞാൻ സഹിക്കില്ല. പക്ഷേ നാട്ടിലെ പെൺകുട്ടികൾക്കെല്ലാം പോറൽ ഏൽപ്പിക്കുന്നതിന് അയാൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. എന്നെ അടിസ്ഥാനപരമായി ഇങ്ങനെയൊക്കെ ആക്കിയത് എൻ്റെ പാർട്ടിയാണ്. നല്ല ഒരു സർട്ടിഫിക്കറ്റാണ് കോൺഗ്രസ്സിന് ഇയാൾ നൽകിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതാണെന്ന് തോന്നുന്നു അല്ലേ സുജു? തീർച്ചയായിട്ടും ഇത് ഓഗസ്റ്റ് മാസം 21-ാം തീയതി നടത്തിയ പ്രതികരണത്തിൻ്റെ അതാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അടൂരിലെ രാഹുലിൻ്റെ നെല്ലിമുകളിലെ വീടിന് മുമ്പിലാണ്. ഇവിടെ പോലീസ് സുരക്ഷ ഒരുക്കുന്നുണ്ട്. കാരണം രാഹുലിൻ്റെ വീട്ടിലേക്ക് പ്രതിഷേധം ഉണ്ടാകുമെന്ന കണക്കൂട്ടിലാണ് അത്തരമൊരു സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ DYFIയോ SFIയോ അങ്ങനെ സംഘടനകൾ വീട്ടിലേക്ക് പ്രതിഷേധം ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. പത്തനംതിട്ട അടൂർ ടൗണിൽ SFIയുടെ പ്രതിഷേധ പ്രകടനം ഇന്ന് 11 മണിയോടെ നടക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അടൂരിൽ രാഹുൽ ഈ സംഭവത്തിന് ശേഷം അടൂരിൽ വീട്ടിലേക്ക് ഇപ്പോൾ എത്തിയിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രാഹുലിൻ്റെ കേസിലെ കൂട്ടുപ്രതിയായ ജോബിയുടെ ഫോണും സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. ജോബിയും രാഹുലും ഉറ്റ ചങ്ങാതികളും അതുപോലെ തന്നെ കോളേജ് പഠന കാലയളവിൽ മുതൽ വലിയ സുഹൃത്തുക്കളാണ്. ഇരുവരും ബിസിനസ് പങ്കാളികളുമാണ്. ഇന്നലെ ഈ സംഭവം ഇന്നലെ പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത ശേഷം ജോബിയുടെ ഫോൺ ഏതാണ്ട് 8 മണിക്ക് ശേഷം സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. ജോബിയും ഒളിവിലാകാൻ തന്നെയാണ് സാധ്യത. കാരണം കേസിലെ രണ്ടാമത്തെ പ്രതിയാണ് ജോബി. അതിനാൽ തന്നെ ജോബിയും അറസ്റ്റ് ഭയക്കുന്നുണ്ടാകാൻ തന്നെയാണ് സാധ്യത. രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ പ്രതിരോധത്തിലേക്ക് കടക്കുകയാണ്. ആദ്യം ഈ കേസ് ഉണ്ടാകുന്നത് ഓഗസ്റ്റ് മാസം 20-ാം തീയതിയാണ് ഇങ്ങനൊരു സംഭവം പുറത്തേക്ക് വിവാദങ്ങൾ തുടരുന്നുണ്ടാകുന്നത്. അതിനുശേഷം 21-ാം തീയതി രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിൽ വെച്ച് മാധ്യമങ്ങളെ കാണുകയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി രാജി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അന്ന് രാഹുൽ ഉയർത്തിയ പ്രധാനപ്പെട്ട പ്രതിരോധത്തിൽ ഒന്ന് ഈ സംഭവങ്ങളെല്ലാം തന്നെ രാഷ്ട്രീയ വിവാദങ്ങൾ, അതായത് സർക്കാരിനെതിരെയുള്ള വിവാദങ്ങളും വാർത്തകളും മറച്ചുവെക്കാൻ വേണ്ടിയാണ് ഇത്തരമൊരു രാഷ്ട്രീയ വിവാദം അല്ലെങ്കിൽ ഇത്തരമൊരു ലൈംഗിക പീഡന ആരോപണം തനിക്കെതിരെ ഉയർന്നു വരുന്നു എന്ന സ്വരത്തിലാണ് രാഹുൽ സംസാരിച്ചിരുന്നത്. അതിൻ്റെ വീഡിയോ ബൈറ്റാണ് നമ്മൾ കേട്ടത്. മറ്റൊന്ന്, തനിക്കെതിരെ ഒരു പരാതിയും ആരും നൽകിയിട്ടില്ല എന്ന് രാഹുൽ പറയുന്നു. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, താൻ നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് രാഹുൽ അവകാശപ്പെട്ടത്. രാഹുലിൻ്റെ അന്നത്തെ ഈ പ്രതിരോധം മൂന്നും പൊളിഞ്ഞു വീഴുന്നതാണ്. ഒന്ന്, ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് സർക്കാരിനെതിരായ വാർത്തയുടെ ശ്രദ്ധ തിരിക്കാനല്ല എന്ന് തുടർന്നുണ്ടായ പുറത്തു വന്ന ശബ്ദ സന്ദേശങ്ങളും അതേപോലെ തന്നെ പുറത്തു വന്ന വിവരങ്ങളെല്ലാം തെളിയിക്കുന്നതായിരുന്നു. രണ്ട്, തനിക്കൊരു പരാതിക്കാരിയില്ല, പരാതി ആരും നൽകിയില്ലെന്ന് പറയുന്നത് ഇന്നലെ വൈകിട്ടോടുകൂടി ആ ഒരു വിവാദത്തിനും അവസാനമാകുകയാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുഖ്യമന്ത്രിക്ക് തന്നെ പരാതി യുവതി നൽകുന്നു. അതിനുശേഷം ഇപ്പോൾ പോലീസിന് കൈമാറുന്നു. പോലീസ് ആ കേസിൽ FIR ഇടുന്നു. അതോടുകൂടി രാഹുലിൻ്റെ മൂന്നാമത്തെ പ്രതിരോധം, അതായത് താൻ രാജ്യത്ത് അല്ലെങ്കിൽ നിലവിലുള്ള ഏതെങ്കിലും നിയമത്തിനെതിരായി ഒന്നും ചെയ്തിട്ടില്ലെന്ന് രാഹുൽ അവകാശപ്പെട്ടിരുന്നു. ആ കാര്യം കൂടിയാണ് പൊളിയുന്നത്. കാരണം FIRൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നു. രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്ന BNS ആക്ട് പ്രകാരം ചുമത്തിയിരിക്കുന്ന വകുപ്പുകളും പുറത്തു വരുന്നു. ഇതോടുകൂടി തന്നെ രാഹുൽ നിയമവിരുദ്ധമായ ക്രിമിനൽ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് പരാതിയുണ്ട്. ആ പരാതിയിൽ മേൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. എന്തായാലും രാഹുലിനെ പ്രതിരോധിക്കുക ഇനി കോൺഗ്രസിന് അത്ര എളുപ്പമുള്ള കാര്യമല്ല. തിരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് പത്തനംതിട്ട അടൂരിലൊക്കെ ശബരിമല കേസൊക്കെ വിവാദമാക്കാൻ ശ്രമിച്ച കോൺഗ്രസിന് കനത്ത തിരിച്ചടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എതിരായ യുവതിയുടെ മൊഴിയും അതിനെ തുടർന്ന് നടത്തുന്ന പോലീസ് അന്വേഷണം ഒക്കെ തന്നെ ആദ്യഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾ, അതായത് ഓഗസ്റ്റ് മാസം ലൈംഗിക പീഡന ആരോപണം ഉണ്ടാകുമ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് നേതാക്കൾ രാഹുലിൻ്റെ വീട്ടിലെത്തുകയും ഒരു ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്നാൽ ഈ ഘട്ടത്തിൽ ഇപ്പോൾ രാവിലെ രാഹുലിൻ്റെ വീട്ടിലേക്ക് ആരും എത്തുന്നില്ല. രാഹുലിന് നേതാക്കളുടെ പിന്തുണയും ലഭിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടോ അല്ലെങ്കിൽ ഒളിവിലോ ആകാൻ സാധ്യത. അടൂരിലേക്ക് നെല്ലിമുകളുടെ വീട്ടിലേക്ക് എത്തിയിട്ടില്ല ഇപ്പോൾ. ഷമി.